ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാനിന്ന് കാഞ്ഞങ്ങാടാണ് ഉള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ ഇത് നല്ല ഉറക്കാന്ന് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ട് രാവിലത്തെ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇനി തേപ്പ് പരിപാടിയാണ്. എൻ്റെ ഇത്തൂൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്യുന്നതാണ്. ഇത്തൂന് വെനസ്ഡേയ്സിൽ കളർ ഡ്രസ്സ് ഇടാൻ, ബാക്കിയുള്ള ദിവസം യൂണിഫോമാണ് ഇടേണ്ട. പക്ഷേ ഈ സമയത്ത് യൂണിഫോം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഡെയിലി കളറാണ്. ഞാനെന്താ ഇവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കിൽ കാരണം ഞങ്ങളെ പുതിയ വണ്ടി ഞാൻ കൊണ്ടുപോയി ഒരു കുഴിയിലിട്ട് അളവ് നിങ്ങളൊന്ന് അളന്ന് നോക്കിയാൽ മതി. പുറത്തുനിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാന്ന് പറഞ്ഞിറങ്ങിയതാണ്. നല്ല ചക്കയുടെ പഴുത്ത മണം വരുന്നുണ്ട്, വൈകുന്നേരം കിട്ടുമായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ അമ്പലം. ഞാൻ അമ്പലത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഇടാട്ടാ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അതാണ് അമ്പലം, മലയത്തപ്പൻ്റെ അമ്പലം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത്തുനെ നല്ല കുത്തിപ്പൊക്കാൻ പോകുന്നതാണ്. ഇത്തുനെ എണീപ്പിക്കാൻ തന്നെ വേണം ഒരു അരമണിക്കൂർ. ഒന്ന് മൂടാക്കി കിട്ടിയാൽ പിന്നെ ശരിയാവില്ല, അല്ലെങ്കിൽ ഫുൾ ഡേ കരച്ചിലായിരിക്കും. കാരണം 3 വയസ്സേലായിട്ടുള്ളൂ, പ്ലേ സ്കൂളിലാണ് പോകുന്നത്. അപ്പം ഇത്തുനെ ഞാൻ എണീപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരി കുട്ടപ്പയാക്കി. ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്തുന് ലഞ്ച് പാക്ക് ചെയ്യാൻ. അപ്പോൾ പിയർ ഫ്രൂട്ട് ഉണ്ട്, ബ്രെഡ് ജാം ഉണ്ട്, റൈസ് ഉണ്ട്, തൈരുണ്ട്, ഇതെല്ലാം കൊടുത്തു ഇത്തുന്. അടുത്തതായി എൻ്റെ ലഞ്ച് ബോക്സിൽ സെയിം റൈസാണ്. പിന്നെ ഞാൻ കറി കൊണ്ടുപോകും, ബീട്രൂട്ട് ഉപ്പേരി, അച്ചാറ്, കടലക്കറി, സാലഡ്. ഇത് ഇത്തുന് മുറിച്ച് വെച്ചാൽ ബാക്കി ഉണ്ടായതെടുത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ റെഡിയായി. ഞാൻ ഓഫീസിൽ പോയി, ഇത്തു സ്കൂളിൽ പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ എത്തുമ്പോഴത്തേക്കും ബൈത്താട്ടം വന്നിട്ടുണ്ട് അതിന് കൂട്ടാൻ. അപ്പം ഇതാണ് പുല്ലായിക്കുടി കണ്ണൻ നായർ, എൻ്റെ അച്ഛൻ. അങ്ങനെ അച്ഛനെല്ലാം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ഉണ്ടോ നോക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് കാസർഗോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാ സ്ഥലം എന്ന് കാസർഗോഡ് ജില്ലക്കാരൊന്ന് കമൻറ്റ് നോക്കട്ടെ അറിയുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഒരു 3/4 മണിക്കൂറുണ്ട് കാഞ്ഞങ്ങാടുന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത്തുൻ്റെ അച്ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഇത്തുനെ. അപ്പൊ അവരെ കുറച്ച് കൊഞ്ചൽ സെഷനാണ്. ചിക്കൻ വെക്കുന്നത് അറിഞ്ഞപ്പോഴത്തേക്ക് രസേച്ചി എടുത്തി. ചിക്കൻ വേവിച്ചിട്ട് പോലുമല്ല അമ്മ, അതിന് മുന്നേ എത്തി. അമ്മ കൊണ്ട് നോക്കി. ഇതാണ് നമ്മളെ ഇവിടുത്തെ രാജകുമാരി. രാജകുമാരിനെ കാണിച്ചിട്ട് ചോക്ലേറ്റ് തന്ന രാജകുമാരി. അപ്പൊ ഞാനോ അത് ഞാൻ രാജ്ഞിയല്ലേ. ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ഉമ്മ തന്നല്ലേ. ഇവിടുത്തെ രാജകുമാരി ആരാണ്? ഞാൻ. എന്റെ മോളാണ് കേട്ടോ. ഞാനാ രാജകുമാരി. എന്റെ മോളാണ്. നീ തോഴി, ഞാൻ രാജകുമാരി, നീ തോഴി. നിന്റെ അമ്മ പാട വെറുതെ കുന്തം പിടിച്ചിട്ട്. നീ പക്ഷിയാ? അമ്മ സിംഹം, പല്ല് പോയ സിംഹം. അച്ചേച്ചി കൊരങ്ങൻ. അപ്പൊ ഇത് ഇത്തൂന് സ്കൂളിൽ നിന്ന് മറ്റേ ഞാൻ പറഞ്ഞില്ല യൂണിഫോം എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഉണ്ടായിന്, ബാഗ് ഉണ്ടായിന്, ഡയറി ഉണ്ടായിന്, ബുക്ക് ഉണ്ടായിന്. അപ്പൊ അത് അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തൂനെക്കാളും എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബൈത്തേട്ടനും എനക്കും അച്ഛനും അമ്മക്കെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. യൂണിഫോം ഒന്നും ഇങ്ങനെ തൊപ്പി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അത് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലാണ്. അപ്പം അത് കഴിഞ്ഞ് നല്ല ചിക്കൻ കറിയും ദോശയെല്ലാം ഉണ്ടായി. ഇത്തൂന് കൊടുത്ത് ഞങ്ങളൊരു സീരീസ് കാണുന്നതാണ്. ഇത് ഏത് സീരീസാണെന്ന് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തു എൻ്റെ കൂടെ കൂടട്ടെ, ഇങ്ങനെ സീരീസ് എല്ലാം കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സീരീസ് എല്ലാം കണ്ടിരുന്ന് അവസാനം ഫുഡെല്ലാം കഴിച്ച് കുറേ കൊഞ്ചി പിന്നെ കിടന്നുറങ്ങി. അപ്പം നാളെ നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ.